തീവ്ര ഹൈന്ദവ സംഘടനകളുടെയെല്ലാം മാതൃസംഘടന എന്നറിയപ്പെടുന്ന RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവതുമായി വിവിധ മുസ്ലിം മതനേതാക്കളും പുരോഹിതന്മാരും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന എന്ന് വിശേഷിപ്പിക്കുന്ന RSSനേക്കാളും വലിയ വർഗീയവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് കടന്നു വന്നത്. അതോടുകൂടി BJPയെ നിയന്ത്രിച്ചിരുന്ന RSSന്റെ സ്ഥാനത്ത് നരേന്ദ്രമോദി തന്നെ രാജാവായി മാറി. മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്തിയും തീവ്ര ഹൈന്ദവവാദം പ്രചരിപ്പിച്ചും ഈ രാജ്യത്തിൻ്റെ നായകത്വം ഏറ്റെടുത്ത നരേന്ദ്രമോദിക്ക് RSSനെ വിലയില്ലാതെയായി. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകളിലായി മൃഗീയ ഭൂരിപക്ഷം നേടി നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിച്ചു. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ 2024 പരസ്യമായി നരേന്ദ്രമോദിയും സംഘവും പറഞ്ഞു തുടങ്ങി, RSSന്റെ പിൻബലത്തിലല്ല ഞങ്ങൾ ജയിക്കുന്നതെന്നും ഞങ്ങൾ സ്വയം പര്യാപ്തമായി കഴിഞ്ഞു എന്നുള്ളതും. അതോടെ തങ്ങൾക്ക് മുകളിൽ വളർന്ന മോദി അപകടമാണെന്ന് RSS മനസ്സിലാക്കുകയും UP, മഹാരാഷ്ട്ര പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ നല്ല പണി കൊടുക്കുകയും ചെയ്തതോടെയാണ് BJP കൂപ്പുകുത്തി വീണത്. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കാനുള്ള ഗതികേടിലേക്ക് നരേന്ദ്രമോദി ഈ രാജ്യത്തെത്തിയത്. അതോടുകൂടിയാണ് 10 വർഷത്തോളമായി RSSന്റെ ആസ്ഥാനം കാണാൻ പോലും കൂട്ടാക്കാത്ത നരേന്ദ്രമോദി 11ാമത്തെ വർഷം മെല്ലെ നാഗ്പൂരിലേക്ക് പോയത്. എന്നാൽ ആ നരേന്ദ്രമോദി അപകടം എന്ന തീരുമാനത്തിൽ നിന്നും മാറാൻ RSS തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി 75 വയസ്സായതിനാൽ മാറണമെന്ന് മോദിക്ക് RSS സൂചന നൽകിക്കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 17-ാം തീയതി മോദി 75 വയസ്സിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നേതൃമാറ്റത്തിൻ്റെ എല്ലാ സൂചനയും RSS നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മോദിയെ ഒഴിവാക്കിക്കൊണ്ടിപ്പോൾ RSS മേധാവി മുസ്ലിം സംഘടനകളുമായി ഒത്തുചേർന്ന് കൂടിക്കാഴ്ച നടത്തിയത്. ഇത് നരേന്ദ്രമോദിക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും മോഹൻ ഭാഗവത് അതിന് തയ്യാറായത് മോദിയെ ഒന്ന് ഇരുത്താൻ വേണ്ടി തന്നെയാണ്. ഡൽഹിയിലെ ഹരിയാന ഭവനിൽ വെച്ചായിരുന്നു ഈ നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയിൽ 60ഓളം മുസ്ലിം പുരോഹിതന്മാരും മതനേതാക്കളും പങ്കെടുത്തു. മോഹൻ ഭഗവതിനോടൊപ്പം മുതിർന്ന RSS നേതാക്കളായ കൃഷ്ണഗോപാൽ, ഇന്ദ്രേഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. വലിയ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് സംവാദ് എന്ന പേരിൽ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യം ഈ ചർച്ചയിൽ ഉണ്ടായി. ഈ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നും വെറുപ്പില്ലാതാകണമെന്നും ഇരുവിഭാഗവും അതിലാവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്ന് മുസ്ലിം പുരോഹിതരെല്ലാം ചേർന്ന് അറിയിച്ചു. കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നുവെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി സംഭാഷണം തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെന്നും RSS നേതാവ് സുനിൽ അംബേദ്കറും വ്യക്തമാക്കി. രാജ്യ താൽപര്യം മുൻനിർത്തി എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് ഇവിടെ സംസാര വിഷയമായതെന്നും അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞതോടെ കാര്യങ്ങളിൽ പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ആരാധനാലയങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താനും തീരുമാനം ആയിരിക്കുന്നു. അതിനർത്ഥം ഈ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും തീരുമാനമായി എന്നുള്ളതാണ്. ഇത് നാളെ വഖഫ് വിഷയങ്ങളിൽ വരെ സമവായ സൂചനകളാണ് നൽകുന്നത്. ഇതോടെ നരേന്ദ്രമോദി പെട്ടു. മുസ്ലിം വിരോധവും പാകിസ്ഥാൻ വിരോധവും ഒക്കെ പറഞ്ഞ് വലിയ രാജ്യസ്നേഹികളായി സ്വയം ചമഞ്ഞ് ജീവിച്ചു പോകുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അത് വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള കലാപരിപാടിയാണെന്ന് RSS തന്നെ കാണിച്ചു കൊടുത്തൊരവസ്ഥയിലേക്കാണ് രാജ്യം എത്തി നിൽക്കുന്നത്. അങ്ങനെ RSSും മുസ്ലിം വിഭാഗവും പറഞ്ഞു തീർക്കുമ്പോൾ നരേന്ദ്രമോദി നോക്കി നിൽക്കുകയാണ്.